ഞാൻ നിങ്ങളുടെ വേദിയിലെ പുതിയ ആളൊന്നുമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺഗ്രസ് CPI മുന്നണിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഞാനവിടെ ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി മനോഹരമായി വ്യാഖ്യാനിക്കുന്നതാണ്. കോൺഗ്രസ് ഞാനൊരു പുതിയ ആളല്ല. സുധാകരനാണ് ഇന്നത്തെ താരം എന്നെനിക്കറിയാം. ഞാൻ ആദ്യമായി ഇത് സംഘടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയെ അതിന്റെ നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ്. കാലം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാം മറക്കുകയാണ്. സമകാലീന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായ രൂപീകരണം നടത്തുന്ന അവസരവാദപരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലകളെ മറക്കുക എന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഇന്നലകളെ മറക്കുക, ഇന്നലകളെ മറക്കുമ്പോൾ നിങ്ങൾ അല്ലാതാകുന്നു എന്നത് ആരും അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഇന്നലകളിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഞങ്ങളെ പിടിച്ച് 100 കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അത് ഒരു അപൂർവമായ സംഭവമാണ്. രാഷ്ട്രീയത്തിൽ അസാധാരണമായ ഒരു കാര്യമാണ്. ചരിത്രത്തിലേക്ക് എന്തിനു മടങ്ങി പോകണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പഴയ കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യം പറയാം. ആ പഴയ കാര്യം കേൾക്കാൻ വളരെ അസ്വസ്ഥതയുള്ള ഒരു തലമുറയും നമ്മൾ അറിയാതെ വളരെയാണ്. അതിനെക്കുറിച്ചല്ല, അതിനല്ല, പുതിയ പഴയൊന്നും കേൾക്കണ്ട. അത് ഞങ്ങൾ കണ്ട അതൊക്കെ പഴയ കാര്യമാണ്. അതിപ്പോ ഞങ്ങൾക്കിപ്പോ എന്റെ സെൽഫോണിൽ കൂടി വരുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നത് ഞങ്ങൾ കേൾക്കും. പിടിവാശിയാണ്. അതിന്റെ ഫലമായിട്ട് വരുന്ന ദുരന്തങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തലയും സുധീരനും എന്റെ പ്രിയപ്പെട്ട VD സതീശനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അത് പിന്നീട് പറയാം. എന്നെ വെള്ളം കുടിപ്പിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നോക്കാം. ഞാൻ നല്ല ഫ്ലോയിൽ പ്രസംഗിക്കുമ്പോൾ സതീശ ഒരു ചോദ്യമായിട്ടിരിക്കും. അതൊരു പതിവാണ്. ഞാനൊരു ദിവസം ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ ഞാൻ സതീശ നീ എന്തിനാണ് എന്റെ പ്രസംഗത്തിന് നടത്തുന്നത്? അയ്യോ അണ്ണനെ അങ്ങനെ വിടാവില്ല, വിടാൻ ശേഷം ശരിയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി. പക്ഷെ കേരള നിയമസഭയില് കണ്ട ഞാൻ ഒരുപാട് പരിചയമുണ്ട്. അത്രയും കറക്റ്റായിട്ടുള്ള ഒരു നിയമസഭ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ പെരുമാറ്റം വന്നത്. രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വളരെ വളരെ ഇരുത്തം വന്ന, അത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞില്ല 28 വയസ്സിൽ മന്ത്രിയായത്. 28 വയസ്സിൽ ഞാനിവിടെ കൊടിയും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം മന്ത്രിയായി. അങ്ങനെയുള്ള എല്ലാ ഓർമ്മകളുടെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. കാരണം സുധാകരനെ ഇരുത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. അതിന്റെ കാര്യം എനിക്കറിയാം. സുധാകരൻ മെസ്സേജ് എഴുതിയാൽ എല്ലാവരും പോകും. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളോട് വർത്തമാനം പറയാണ്. ഗുരുദേവനെ ഇനി ആരും പാടിപ്പുകഴ്ത്തേണ്ട കാര്യമില്ല. അത് ചരിത്രത്തിന്റെ ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുക. മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മളാരും ഇനി വല്ലതും പറയണ്ട.
നിങ്ങളിവിടെ ഇരിക്കുന്ന പല ആളുകളും വിദേശത്ത് ചെല്ലണം ഗാന്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ. ഇവിടെ ആ ഗാന്ധി ഇവിടെ ഗാന്ധി എന്ന് വെച്ചാൽ നോട്ടിലുള്ള ഗാന്ധിയാണ്. ലോക ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചാൽ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും സാധ്യമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു ജീവനുള്ള മനുഷ്യനായിരുന്നു. നമ്മളെ പോലെ കയ്യും കാലമൊക്കെ ഉള്ള ആളായിരുന്നു. അത്ര വലിയ അവിശ്വസനീയമായ ഒരു ജീവിത നയിച്ചതാണ്. ലോകത്തൊരു നേതാവും പറഞ്ഞിട്ടില്ല എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അങ്ങനെ എത്ര ആളുകൾക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയും? എത്ര ആളുകൾ പറയും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം? ആ ഗാന്ധി വന്നത് ഗംഗ ഒഴുകി വരുന്നത് പോലെയാണ്. ആ ഗംഗാനദി ഒഴുകി വന്ന് ഭാരതപ്പുഴയിൽ ചേരുന്നതാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഭാരതപ്പുഴയും ഗംഗ എന്ന ഗാന്ധിയും തമ്മിലുള്ള സംഗമമാണ്. രണ്ടും നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ്, സംസ്കാരമാണ്, സംസ്കാരത്തിന്റെ നിറകുടങ്ങളാണ്, അനശ്വരമാണ്, നിലയ്ക്കാത്ത പ്രവാഹമാണ്. അത് ഒരു വലിയ സംഭവമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ എന്നും നമ്മളിത് അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങൾ, എല്ലാ വിഭാഗ ജനങ്ങൾ, അത് KPCC അതിന് മുൻകൈയെടുത്ത് വളരെ നല്ല കാര്യം. KPCC വിചാരിക്കരുത് നിങ്ങളില്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല. നിങ്ങളില്ലെങ്കിലും ആളുകൾ ഇത് കൊണ്ടുപോകും. അതാണ് അതിന്റെ ചരിത്രം.